വഴി കടന്നു പോയപ്പോഴാണ് ഇവിടെ മനോഹരമായ ഒരു മുക്കം ഫെസ്റ്റിൻ്റെ ഒരു ബോർഡ് കാണാൻ ഇട വന്നത്. ഏതായാലും ഒന്ന് കണ്ട് ആസ്വദിച്ച് തന്നെ പോകാമെന്ന് വിചാരിച്ചിരിക്കുക. ഓക്കെ, ഇവിടെ ഒരുപാട് ചെറുപ്പക്കാർ ഒരുപാട് പുതിയ സംരംഭങ്ങളുമായിട്ട് വന്നിട്ടുണ്ടല്ലോടാ. ഇതെന്താണ്? ഫുൾ ജാർ സോഡ, മുട്ട കുൽഫി അല്ലേ? മുട്ട ഇതിലിട്ടത് ഇങ്ങനെ പൊന്തി വരും. പോലിട്ട് കുത്തിയെടുക്കുമ്പോൾ മുട്ട അതിനകത്ത് വെച്ചാൽ ഇങ്ങനെ പൊന്തി വരും. ഇതൊക്കെ നിങ്ങളെ രക്ഷിതാക്കൾ നന്നായി സഹായിക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി അല്ലേ? കൂടുതലൊക്കെ ഹായ് ഇപ്പൊ സംഘാടകരിൽ പെട്ടതാ അല്ലേ? എന്താണിത്? പഞ്ചായത്ത് അല്ലെ മുക്കം മുനിസിപ്പാലിറ്റിയും മത്തായി ചാക്കോ ഇവിടുത്തെ ഒരു പ്രശസ്തനായ MLA ആയിരുന്നു അല്ലേ? മുക്കം എന്ന് പറഞ്ഞാൽ ഒരു പ്രണയത്തിന്റെ ഒരു തീരമാണ്. നമ്മൾ താജ്മഹൽ എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ മുക്കത്തെ കുറിച്ച് എല്ലാവർക്കും ഒരു പ്രണയ തീരം എന്നുള്ള രീതിയിലാണ് കാണുന്നത് അല്ലേ? എന്താണ് നിങ്ങൾക്ക് ഈ മുക്കത്തിലെ ഇത്ര ആവേശം കൊള്ളിക്കുന്ന ഒരു ഫെസ്റ്റ് നടത്താൻ കാരണം എന്താ? ഈ മറ്റു പലർക്കും മുക്കം അവരുടെ മനസ്സിൽ അടയാളപ്പെടുത്തുന്നത് മൊയ്തീന്റെയും പ്രണയമായിരിക്കാം, ഒരു പ്രണയ കാവ്യം പോലെ. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിന് പശ്ചാത്തലം ഒരുക്കിയ ഇരുവഴിഞ്ഞിയുടെ തീരത്താണ്. ഈ ഫെസ്റ്റ് നടക്കുന്നതും ഇരുവഴിഞ്ഞിയുടെ തീരത്തുള്ള മനോഹരമായ മണൽപ്പരപ്പിലാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത്. പക്ഷെ ശരിക്കും സാംസ്കാരിക കേരളത്തിൽ മുക്കത്തെ അടയാളപ്പെടുത്തുന്നത് മതസൗഹാർദ്ദത്തിന് ഏറ്റവും പേര് കേട്ട മണ്ണ്, മതസൗഹാർദ്ദത്തിന്റെ ഭൂമിയാണ്. അതിന്റെ ഒരു അടയാളമാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഈ ഫെസ്റ്റ്. ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, മറ്റ് രാഷ്ട്രീയ ഒന്നുമില്ല. ഈ ഒരു ഫെസ്റ്റ് വരുമ്പോൾ ഞങ്ങൾ നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് അത് ഏറ്റെടുക്കുന്നു, നെഞ്ചിലേറ്റിട്ട്. ഇതിൽ പലരും പല ജോലിക്കൊക്കെ പോകുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു സമയമാകുമ്പോൾ ഇവിടെ എത്തുകയും ഇവരൊക്കെ പല ജോലികൾ ചെയ്യുന്നവരാ. ഈ ഒരു സമയമാകുമ്പോൾ ഒറിജിനലായിട്ട് ഇവർ എല്ലാ വർഷവും വളണ്ടിയേഴ്സ് ആയിട്ട് എല്ലാ വർഷവും ഓരോ വർഷവും ഞങ്ങളിത് ഇങ്ങനെ നെഞ്ചിലേറ്റുന്ന, ഈ ജനത നെഞ്ചിലേറ്റുന്ന മഹത്തായ ഒരു ഉത്സവമായിട്ട് ഇത് മാറുകയാണ്. മനോഹരമായ സാംസ്കാരിക പരിപാടികൾ ഇവിടെ ഓരോ ദിവസവും അരങ്ങേറും. ഏതായാലും അവിടെ നിന്ന് 60 രൂപ ടിക്കറ്റ് എടുത്ത് ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ പ്രവേശിക്കുകയാണ്. അടിപൊളി അല്ലേ? അടിപൊളി. KMCT ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ്, അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ. ഒരു പേടിയില്ലല്ലോ അതൊന്നും കണ്ടിട്ടില്ലേ? നിനക്കൊരു പേടിയില്ല അത് കണ്ടിട്ടില്ലേ? എയർഫോഴ്സിന്റെ ഒരു സ്റ്റാളാണ്. ജനങ്ങളിൽ അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ? ജസ്റ്റ് ഞങ്ങളൊരു ഡെമോൺസ്ട്രേഷനാണ്, ഫയർ സ്റ്റേഷന്റെ ഡെമോൺസ്ട്രേഷനാണ്. ഫയർ സ്റ്റേഷനിലെ എങ്ങനെയാണ് എന്നുള്ളത് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ അങ്ങനെ അവിടുത്തെ എക്യുപ്മെന്റ്സ് ആണ്. ട്രാക്ടറും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവരെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ചില ടെക്നിക്ക് കൂടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് കൂടി നമ്മൾ ഈ സ്റ്റാളിന്റെ ഉദ്ദേശം. അത് മനുഷ്യന്റെ ഭക്ഷണത്തിൽ 5 നേരം ഉൾപ്പെടേണ്ട ഒരു ഭക്ഷണമാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അത് പ്രൊമോട്ട് ചെയ്യാന്നുള്ള ലക്ഷ്യത്തിലാണോ അതോ അത് ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും അത് കൃഷി ചെയ്യുന്ന ആളുകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുകയൊക്കെയാണ് ഒരുപക്ഷെ നമ്മുടെ നാട് ഇതൊക്കെ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ് അല്ലേ? എന്നാലും നമ്മൾ അതിൽ പിന്തിരിയാണ്. ഇല്ല, നമ്മൾ ഒരിക്കലും പിന്തിരിയുന്നില്ല. നമ്മളെ മുക്കം പ്രദേശത്തെ കൃഷി വർദ്ധിച്ചു വരുന്നുണ്ടല്ലോ. വാഴ, പച്ചക്കറി, അതെല്ലാം വളരെ ശാസ്ത്രീയമായ ഒരു മുക്കം മോഡൽ അല്ലേ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുക. കീടനാശിനി വിമുക്തമായിട്ടാണ്. അല്ല, നമ്മൾ ഏതായാലും മിൽമ നമ്മളെ കേരളത്തെ കീഴടക്കുന്നത് നല്ല ആരോഗ്യപരമായ ഒരു കേരളത്തിൻ്റെ ഒരു സൂചനയാണ് നൽകുന്നത് അല്ലേ? കാരണം മിൽമ നമുക്ക് വേണ്ടതാണ്. ഒരുപാട് മിൽക്ക് വിഭവങ്ങളാണ്. അതുപോലെ തന്നെ പ്രൊബയോട്ടിക്സ് അടങ്ങിയ തൈര് അല്ലേ? യോഗട്ടൊക്കെ അറിയോ നിങ്ങൾ? യോഗട്ട് ഇതൊക്കെ പ്രൊബയോട്ടിക്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും അനുയോജ്യമായി വേണ്ട ഒരു സംഭവമാണ്. കാരണം നമ്മൾ ഈ ചെറുപ്രായത്തിലും ഇതുപോലെ മനോഹരം എന്നല്ല കരുത്തിട്ട ഒരുപാട് കളക്ഷൻ. ഇതൊരു ഹോബിയായിട്ട് കുറേ വർഷമായിട്ടുള്ളതാണ്. തീർച്ചയായും എൻ്റെ 5ാം ക്ലാസ് പഠിക്കാൻ തുടങ്ങിയ ശേഖരണമാണ്. അത് നിന്റെ വീട്ടിൽ തന്നെ ഇതിനൊരു ഇതുണ്ടായിരുന്നോ അതോ പിന്നെ? ഇല്ല, ഇത് വീട്ടിൽ ശരിക്കും ഉമ്മച്ചി എല്ലാവരും എന്നെ ചീത്ത പറയലായിരുന്നു. ഇത് എത്ര ഇത് മുഴുവനും എൻ്റെ സ്വന്തം കളക്ഷൻ. വെരി ഗുഡ്. നിന്റെ വീട് എവിടെയാ? ഞാൻ നിലമ്പൂർ ചന്തക്കുന്ന്. വെരി ഗുഡ്. ഇപ്പം നമ്മൾ എന്താ പേരെന്ത്? റംഷീദ്. എന്താണ് ഇതിൽ ഇൻട്രസ്റ്റ് വരാൻ കാരണം? എന്താണ്? ഇത് ഒരു നാണയത്തിന്റെ തുടങ്ങിയൊരു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇത് നീ പലയിടത്ത് പോയി കളക്ട് ചെയ്യും? തീർച്ചയായും. ഇതൊക്കെ ഓരോ വീടുകളിൽ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്താൽ? ഇത് ഓരോ വീടുകളിൽ നിന്ന്. പിന്നെ നമുക്ക് പ്രളയം സംഭവിച്ചല്ലോ, അപ്പോൾ കുറേ വീടുകൾ തകർന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടി എനിക്ക്.
ഇപ്പോൾ വീട്ടുകാരൊക്കെ സപ്പോർട്ടാണ്. അപ്പോൾ എനിക്ക് വീട്ടുകാർക്ക് സപ്പോർട്ടാണ്. അതാണ് നമ്മുടെ ഒരു പാഷനിൽ നമ്മൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ആദ്യമൊക്കെ വിമർശനം ഉണ്ടായാലും പിന്നെ ആൾക്കാർ ഇപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. ഇത് എൻ്റെ സ്വന്തം കളക്ഷൻ ആയപ്പോൾ അതെ, ഞാനും അത്ഭുതപ്പെട്ടു. ഇവിടെ വരുന്നവരെല്ലാവരും അത്ഭുതപ്പെടുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനിയിപ്പോൾ അടുത്ത വർഷത്തെ മുക്ക ഫസ്റ്റ് ആകുമ്പോഴേക്ക് ഇതിലേ ഇരട്ടിയാവും അല്ലേ? നീ എന്തായാലും പഠിക്കുകയാണോ? ഇല്ലല്ല, ഞാൻ ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിലാണ്. എന്തിൻ്റെ? ഞാൻ കിഡ്നി മാറ്റിച്ച ആളാണ്. ഓ ഹോ 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 ഹോ. അപ്പോൾ എൻ്റെ ചികിത്സക്ക് ഞാൻ സ്വയം ഫണ്ട് കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന എക്സിബിഷനെ കാണുന്നത്. ഓ, എൻ്റെ ചികിത്സാ ബോക്സ് കാണുന്നത്. ആ, ഓക്കെ ഓക്കെ. എല്ലാവരും സഹായിക്കുക പരസ്പരം അല്ലേ? ഈ മുക്കത്ത് കടന്നു വന്നപ്പോൾ ഒക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അറിവ് ഇവിടെ. ആ സർപ്രൈസ് ഇവിടെയാണോ ഈ അറിവുള്ളത്? ഈ അറിവ് ഇവിടെ എന്ന് പറയുന്നത് അതെന്താണ് സംഭവം? അപ്പം അറിവ് KMCTയിലാണെന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ആ സർപ്രൈസ് പൊളിഞ്ഞു. ഞാൻ വിചാരിച്ചു എന്താ ഈ മുക്കത്തൂടെ വരുമ്പോൾ ഒക്കെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് അറിവ് ഇവിടെ, അറിവ് ഇവിടെ. അപ്പോൾ ഇത് മസാജ് മെഷീൻ അല്ലേ? എല്ലാവരും സജീവമായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പഴയകാല മുട്ടായികളുടെ ഒരു കളക്ഷനാണല്ലോ ഇവിടെ. കാറ് മുട്ടായി ഉണ്ടോ? കാറ് മുട്ടായി? കാറ് മുട്ടായി എന്നാണ് പണ്ടുണ്ടാകുന്നത്. ഇതാ പണ്ടത്തെ മുട്ടായി അല്ലേ? വെരി. ഓ, അത് ഇവിടെ ഒരു സ്റ്റാളല്ലേ നിങ്ങളെ? ആ, ഓക്കെ ഓക്കെ. നിരത്തിൻ്റെ അല്ലേ? ആ, ഓക്കെ ഓക്കെ. എൻ്റെ പറമ്പാടൻ. ഇവനിവിടെ ലുലുക്കാസിൻ്റെ ഓപ്പറേറ്റ് പോകുന്ന ആളല്ലേ? ഓക്കെ ഓക്കെ. ഏതായാലും നിങ്ങൾ ചങ്ക ആദ്യം തൊട്ട് നമ്മൾ കൂടെ ഉണ്ട്. ഓക്കെ. എന്താണ് ഇവിടെ ഓഫറുകൾ എന്തൊക്കെയാണ്? പിന്നെ ഫ്രീ ആയിട്ട് കാത് കുത്തി കൊടുക്കും. ഓ ഹോ ഹോ. എടുക്കുമ്പോൾ 50% ഇത് ഇവിടെ മുക്കത്താണോ? കുറ്റിക്കാട്ടിലെല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് ലക്ക്. ശരി. ഞാൻ വിചാരിച്ചു വല്ല എയർ ഹോസ്റ്റസ് ആണോ നിങ്ങളെ കണ്ടപ്പോൾ? ഇവിടെ കണ്ടപ്പോൾ അതാണ് നമ്മളെ ലിഫ്റ്റ് മാറ്റിയിട്ട്. ഓക്കെ. ആ, ഇത് വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ് ഇതെല്ലാം? കുടുംബശ്രീ. ആ, ഓക്കെ 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 ഓക്കെ. കുടുംബശ്രീയുടെ ഒരു സംരംഭമാണ് അല്ലേ? സ്വന്തമായിട്ട് നയിക്കുന്ന നൈറ്റീസ്. ഓ, വെരി ഗുഡ്. സ്വന്തമായിട്ട് നയിക്കുന്ന ടോപ്സുകൾ. ഓ ഹോ 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 ഹോ. സൂററ്റ്, രാജസ്ഥാന് സാധനങ്ങൾ ഇറക്കിയിട്ട് സ്വന്തമായിട്ട് തയ്ക്കും. ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന അതൊരു കാരണം. ഓ, വെരി ഗുഡ്. 12 പേരുണ്ട്. കടകളിലേക്ക് സപ്ലൈ ചെയ്യുന്നതാണ് ഈ ഐറ്റം. ഓക്കെ ഓക്കെ. ഇത് മുക്കത്ത് നിന്നാണ് പോണേ? അല്ലല്ല, കൊല്ലം. കൊല്ലം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എറണാകുളം സരസ്മേള കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ. കുത്തൂല എന്നാലും ഒരു പേടി. ചരിത്രത്തിലാദ്യമായിട്ട് നമ്മൾ പാമ്പിനെ തൊട്ടു. ഇത് ശരിക്കുള്ള മാമ? ഇത് ശരിക്കുള്ള മാമ? ഇതെന്ത് മാമ? ഇതെന്ത്? എന്ത്? ഇതിൻ്റെ പല്ലില്ല? ഉണ്ടല്ലേ? പിന്നെന്താ ഒന്ന് നോക്കാൻ? ഓ, വെറുതെ ഡെമോ ചെയ്യാം. ആ, ഇതിനെ ഇഷ്ടമാണ് ആദ്യം പാമ്പിനല്ലേ? ആ, ഇതൊക്കെ നിങ്ങളുടെ അല്ലേ? എല്ലാ റിസ്ക്കൊക്കെ മാനേജ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ? എങ്ങനെ പാമ്പുകളോട് പണ്ടേ ഇഷ്ടമാണോ? ആ, ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? പാമ്പിനെ ആസ്വദിച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നിർഭയത്വം ഉണ്ടാവുക അല്ലേ? നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നിനോടും ഭയം ഉണ്ടാവില്ല അല്ലേ? ആ, വെരി ഗുഡ്. എന്നാലും ഉള്ളിൽ പേടിയാ. ഈ പേടി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം മനസ്സിലുണ്ടാക്കുന്നതാ അല്ലേ? അല്ലേ? നിങ്ങളവിടെ ധൈര്യത്തോടെ നിൽക്കുന്നു, ഇവിടെ പോകുന്നവരൊക്കെ പേടിച്ച് നിൽക്കുന്നു. 언젠가부터였을까 기다림의 끝에 너를 만났고 모든 게 새로 느껴져 Something in my heart 이 맘 전하고 싶어 When you ring my valentine எப்படி இருக்கு? நல்லா தமிழ் ஃபுட்டு தான். എല്ലാം തമിഴ് ഫുഡ്. ஓகே. You look into my eyes and found a feeling that nothing got it feel like a slim night. Now I'm waiting for you, but don't hurry, oh slowly, oh yeah.
അടിപൊളി മുക്കം ടപ്പാങ്കൂത്ത് ജ്യൂസാ കുലുക്കി ഇതിലങ്ങോട്ട് പോവാ. എന്ത് പറയുന്നത്? കുട്ടിത്തം മാറിയിട്ടില്ല അല്ലേ? അതെ, വെരി ഗുഡ്. ഇതാണ് വേണ്ടത് എപ്പോഴും. അതെ, നമുക്ക് ആഗ്രഹമുള്ള എപ്പോഴും എന്തും ഒരു കുട്ടിയായി നിൽക്കാനാണ്. വെരി ഗുഡ്. മുക്കം ഫസ്റ്റ് ആസ്വദിച്ച് പോവാണ്. ഓക്കെ, കടയെടുക്കാൻ വേണ്ടി വന്നത്. നിങ്ങൾ ഇവിടെ കട നോക്കാൻ വന്ന? നിങ്ങൾ കൊല്ലത്തൊക്കെ വളരെ അടിപൊളിയായിട്ടുണ്ട് സെറ്റപ്പുകളൊക്കെ. മോളെവിടെയാ ഇതാക്കുന്നത്? ലൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ ഇവിടെ? നമ്മുടെ മുത്തലി സാഹിബ് ഇവിടെ നല്ല മുട്ടക്കുലുക്കി ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് സഹോദരങ്ങളെ. മാനന്തവാടിക്കാരനാണ് മുത്തലിക്ക. ഓക്കെ, ഇതാണ് നമ്മുടെ മുട്ടക്കുൽഫി സഹോദരങ്ങളെ. ഇതാ